പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന് തിരിച്ചുകൊണ്ടുകൊണ്ട് അനേകരുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനുമായി തന്നെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹമാണ്. നമുക്കെല്ലാവർക്കും സന്തോഷവും അഭിമാനവും തോന്നുന്ന നമ്മുടെ വാക്യങ്ങൾ സാധാരണ സൗകര്യാർത്ഥം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴതിനൊരു വാക്ക് ഉപയോഗിച്ചു. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്, പക്ഷെ അത് ലിറ്ററലി കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ്. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരമാണ്. ഇത് ദൈവത്താൽ സംഭവിക്കുന്നത്. ലോകത്തിൻ്റെ ആവശ്യങ്ങളോട് ഏത് മനുഷ്യനും ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ശ്രമിച്ചത് സർവശക്തനായ ദൈവം തുണ നിൽക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. അത്തരത്തിൽ ഈ മന്ദിരത്തിൽ ഞാൻ ആദ്യമായി ഇപ്പോൾ ചുമതല എടുത്തു വരുമ്പോൾ ഇന്നലെയാണ് ഞാൻ സത്യത്തിൽ എല്ലാ സ്ഥലങ്ങളും കയറി ഇറങ്ങിയൊക്കെ ഒന്ന് കാണും. സത്യത്തിൽ എനിക്ക് ഒരു അത്ഭുതം, ഇത്രയും വലിയൊരു പ്രവർത്തനം നമ്മുടെ സഭയിൽ നടത്തുന്നു. അതിനെക്കുറിച്ച് ഇവിടെ ജോലി മന്ദിരമുണ്ട്, ഇവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം എനിക്ക് ഇൻഫർമേഷൻ ഉണ്ട്. എന്നാൽ അത് നേരിട്ട് കണ്ട് അതെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നു. അതിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം ഞാൻ രാവിലെ ഒരു ദിവസം 6:30 മണിക്കൊക്കെയാണ്. അതിനു മുമ്പ് തന്നെ എല്ലാം ക്ലീനാണ്. ഒരു യാതൊരു സ്മെല്ലും ഉള്ളില്ല. ഒരു അമേരിക്കയിലെ സ്ഥാപനത്തിൽ ചെല്ലുന്നതിന് ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചം തന്നെ നമ്മുടെ പരിമിതിയും ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനിടയാകുന്നു. അത് ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇപ്പോൾ നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് ദൈവനാമത്തിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് എത്രയോ ആളുകൾക്കാണ് നമുക്ക് ഇതിലൂടെ സഹായിക്കുക. ഇപ്പോൾ നമ്മുടെ ജീവിത ക്രമമൊക്കെ അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് ഡയാലിസിസ് വേണ്ടി വരും. ശരിയോ നല്ലതോ എന്നുള്ളതിനേക്കാൾ യാഥാർത്ഥ്യമുള്ളതാണ്. അപ്പോൾ ചുങ്കത്തറ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്ന സമയത്ത് ജോസഫ് മാർത്തോമ്മ അവിടെ വന്നു. അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ തിരുവേനി പറഞ്ഞു 650 രൂപയ്ക്ക്. അന്ന് നമുക്കത് അഫോർഡ് ചെയ്യാനൊക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരാളിന് പോലും അതിൽ കൂടുതൽ വാങ്ങിക്കാതെ നിങ്ങൾ ചെയ്യണമെന്ന് എത്രപോലത്തെ തിരുവേനി അന്ന് ഇത് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ആ ക്രമത്തിലാണ് ഇപ്പോഴും അത് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ മലബാർ ആയതുകൊണ്ട് സൗജന്യമായി ലഭിക്കും. ഇവിടെയും തത്തുല്യമായി വലിയ കൂടുതലില്ലാതെ ഉള്ള ആണ്. അതൊക്കെ വളരെ വലിയ സഹായമാണ് ഈ സമയത്ത്. ആളത്ര ശരിയല്ലെങ്കിൽ ഇനി കേട്ടിക്കോളെ എന്ന് ദൈവം നിശ്ചയമായിട്ടും അത് ബൈപ്പാസ് ചെയ്യാൻ ദൈവത്തിന് ഒക്കെയെന്ന് വിശ്വസിക്കുന്ന, ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതാണ്. നമ്മളിൽ പലരും അവിടെ എത്താൻ സാധ്യതയുള്ള ഈ കാര്യമുണ്ട്. അല്ലാതെ നമ്മുടെ വിശുദ്ധി കൊണ്ട്, നമ്മുടെ വലിയ ഭക്തി കൊണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ ന്യൂ ബ്ലോക്കിൻ്റെ അത് 2 ദിവസം മുമ്പ് വന്നപ്പോൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനകത്ത് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം ഒരു 5 സ്റ്റാർ മോഡലിലെല്ലാം ക്രമീകരിച്ചു. അപ്പോഴാണ് ഇവിടെ അച്ഛൻ പറഞ്ഞത്, അവിടെ സ്കറിയ തോമസത്തിനും അവിടുത്തെ ജനങ്ങൾ യുവജന സഖ്യക്കാരെല്ലാം വന്നത് അത് അത്രയാണ്. അച്ഛനും ചിലപ്പം പോയിരുന്നു. കാരണം ഇത്രയും ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛന്മാർ ഉൾപ്പെടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ സാധ്യത വരാം. ഇവിടെ എല്ലാ ആഴ്ചയും വന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടും കാണാതെ പോകുന്നവർക്ക് പോകാം. അവർ ചെന്നെത്തുന്നത് സ്വർഗത്തിലായിരിക്കുകയല്ല, വേറെ ഒരു പേരുണ്ട്. അതിപ്പോൾ പറയാനായിട്ട് ശരിയല്ല. ഇത് ഏതായാലും ഇത് ഒരു അത്ഭുതകരമായ. അപ്പോൾ അത് ദൈവനാമത്തിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ നമുക്ക് എത്രയോ നല്ലതാണ്. മെത്രാപ്പോലീത്ത തിരുമേനി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തിരുമേനിക്ക് കണ്ണിന് ഒരു ചെറിയ ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആണ് ഇപ്പോൾ വരുന്നത്. മെത്രാപ്പോലീത്തയുടെ കണ്ണിന് ഇറിറ്റേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അങ്ങനെ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പോയി പറഞ്ഞാലും വിഷമമില്ല. കാരണം എനിക്കത് മനസ്സിലായി. അപ്പോൾ വേറെ ഒരാളിൻ്റെ അസാന്നിധ്യമാണ് ഒരാളിന് ചിലപ്പോൾ സംസാരിക്കാനായിട്ട്. It is always the other who makes us great. നമ്മളെ നമ്മളാക്കുന്നത് മറ്റേയാണ്. ഇതാണ് സുവിശേഷം. ജീസസ് ക്രൈസ്റ്റ് the man for us. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങളെല്ലാം
സത്യത്തിൽ അന്നേരം തന്നെ നമുക്ക് ആലോചിക്കുകയുണ്ടെന്ന ഒരു വാർത്തയാണ്. 4 പേര് ചുമന്നുകൊണ്ട് വരുന്നു, കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു. അതിനെതിര് പറഞ്ഞ കുറെ ആളുകളൊക്കെ ഉണ്ട്. അതൊന്നും കർത്താവിന്റെ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി സ്വാധീനിക്കുന്നു. ലോകം പലതും പറയും, പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. രോഗിക്ക് വേണ്ടുന്നത് സൗഖ്യമാണ്, സ്വാതന്ത്ര്യം വേണ്ടിയവർക്ക് നമ്മുടെ കരസ്പർശനമാണ്. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. തുടർന്ന് അത് വളരെ അനുഗ്രഹകരമായി പോകുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. നാം പ്രവർത്തിച്ചാൽ ദൈവം കൂടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ, ഫിസിക്കൽ പ്രസൻസ്, ചില സ്വാതന്ത്ര്യ ശുശ്രൂഷകൾ, കഴിവുള്ള ആളുകൾ, ആ രീതിയിലെല്ലാം ഇവിടെ വന്ന് ഇവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ദൈവനാമത്തിൽ വിനയത്തോടുകൂടി നമ്മുടെ ഡയാലിസിസ് സെന്ററും ന്യൂ ബ്ലോക്കും മെത്രാപ്പൊലീത്തായുടെ അനുവാദത്തോടെ സന്തോഷത്തോടുകൂടെ ഇനാഗുറേറ്റ് ചെയ്യുന്നത് ദൈവത്തെ